ഈ എമ്പുരാനെ സംബന്ധിച്ച് വന്നത്, ഇതെല്ലാം കഴിഞ്ഞ് ഏതാണ്ടൊക്കെ അവർ 1.5 ആഴ്ച കൊണ്ട് മിക്കവാറും കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു നെടുനീളൻ പ്രസ്താവന വരുന്നത്. കാരണം ഇവിടെ ഭയങ്കര ഫാഷിസമാണ്, ആവിഷ്കരണ സ്വാതന്ത്ര്യം തീരെയില്ല, ഇത് മോദി ചെയ്യുന്ന പരിപാടിയാണ്, മോദിയുടെ അനുകൂലികൾ ചെയ്യുന്നതാണ്, ഒരാളുടെ ആശയ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെതിരായിട്ട് ഫാസിസമാണ്, ഇതിനെതിരെ പോരാടണം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു നെടുങ്കൻ പ്രസ്താവന. അതിൽ ധാരാളം ബുദ്ധിജീവികൾ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്, പങ്കുചേർന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുലഭമായി നമുക്ക് ബുദ്ധിജീവികളെ കിട്ടുന്നത് ഈ പ്രസ്താവനകളിൽ ഒപ്പുവയ്ക്കാൻ വേണ്ടിയാണ്. എല്ലാവരും പേനയുടെ ഗ്യാപ്പും ഒക്കെ തുറന്ന് ഇങ്ങനെ കാത്തിരിക്കുകയാണ് എപ്പോൾ ഒപ്പിടാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൗതുകം തോന്നി. അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞല്ലോ ഇതിനിടെ എന്ന് വിചാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് വളരെ കളർഫുള്ളായിട്ടുള്ളൊരു നോട്ടീസ് കിട്ടുന്നു. വളരെ കളർഫുള്ളാണ്. അത് എമ്പുരാൻ്റെ ഒരു പരസ്യം പോലെ തോന്നും. ഒരു വശം എമ്പുരാൻ്റെ സ്റ്റില്ലുകളും ഒക്കെ ആയിട്ട്, മറുവശത്ത് കത്ത്. അപ്പോൾ ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റേ ആ പ്രസ്താവനയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ആവിഷ്കരണ സ്വാതന്ത്ര്യം അപകടത്തിലായി, ഇവിടെ ഇനി ആർക്കും സിനിമ എടുക്കാൻ കഴിയില്ല, ആർക്കും തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയില്ല, കല ഇതോടെ അവസാനിച്ചു. അപ്പോൾ ഇതിനെതിരായിട്ട് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു ആലോചനായോഗം കൂടുകയാണെന്ന് പറഞ്ഞിട്ടാണ്. ഒരു ആലോചനായോഗം കൂടുക. ആലോചനായോഗം കൂടാൻ വേണ്ടിയുള്ള ഈ ബ്രോഷറാണ് ഇത്രയും കളർഫുള്ളായ ഒരു ബ്രോഷർ. അപ്പം ഞാൻ ആലോചിച്ചത്, ഈ തിയേറ്ററുകളിൽ എമ്പുരാൻ്റെ പൊടി പോലും ഇല്ല കാണാൻ. കാരണം അത് കഴിഞ്ഞു, അതൊക്കെ വന്നു, പുതിയ പുതിയ സിനിമകൾ വന്നു, ഇത് പോയി തിയേറ്ററിൽ. അവർക്ക് കിട്ടാനുള്ള കോടികൾ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതെന്തിനാണ് ഈ ആലോചനയിലേക്ക് വന്നു? ഈ ആലോചന കഴിഞ്ഞ് അതിൻ്റെ ആലോചനായോഗം കഴിഞ്ഞ് പ്രവൃത്തിപഥത്തിലേക്ക് വരുമ്പം പിന്നെയും കാലം പിടിക്കുമല്ലോ.